നമ്മള് പാർക്ക് പോണ ഹലോ. അപ്പം നമ്മൾ കുറേ മുന്നേ ഒരു ജോബ് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ബസ് യാത്രക്കാരെ കണ്ടുമുട്ടിയൊരു പാർക്ക്. ആ ഒരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിൽട്ടൺ പാർക്ക് ബെറ്റ്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഡ്യൂസ്ബറിയിൽ നിന്ന് ബെറ്റ്ലിയിലേക്ക് കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഈ ഒരു പാർക്ക് വരുന്നത് ഒരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവിടുന്ന് 281, 283 എന്ന് പറഞ്ഞ ബസ്സുകൾ ആ പാർക്ക് വഴിയാണ് പോകുന്നത്. അങ്ങനെ ഒരു 281 283 യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു പാർക്ക് നമ്മൾ കണ്ടത്. നമ്മളെല്ലാം കണ്ടത്, നിവയാണ് കണ്ടത്. നിവക്ക് ആ പാർക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ പാർക്ക് ബസ് പോകുന്ന വഴിയിൽ കാണുന്നത് ഒരു സ്വാൻ ലേക്കും പിന്നെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും അടുത്തടുത്തിട്ട്. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നൊരു പാർക്ക്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിഞ്ഞിട്ട് ഒന്നുമല്ല പോകുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പം അതിനിടയിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു കുട്ടി ഫെയർ നടക്കുന്നുണ്ട്. ആ ഫെയറിൻ്റെ ഭാഗമായിട്ട് കുറേ ക്യാൻഡീസ്, പിന്നെ കുറച്ച് കപ്പ് കേക്ക്സ്, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിവ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ പാർക്കിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫെയറൊന്നും വലുതായിട്ട് കണ്ണിൽ ഉടച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിലാണ്. 5 മിനിറ്റ് ബസ് വരാനുണ്ട്. അതിനിടയിൽ ബസ് സ്റ്റോപ്പിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുജറാത്തി ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അവർ 55 വർഷമായി ഇവിടെ നിൽക്കുന്നത്. അവരോട് ജസ്റ്റ് നമ്മൾ ചോദിച്ചു നിങ്ങൾ എവിടെ പോകുന്നതൊക്കെ. കേറിക്കോട്ടെ, നീവ ഓറ് കയറട്ടെ. നീവ കേറിക്കോ, കേറിക്കോ, കേറിക്കോ. അടിയില്ല അടിയില്ല. അപ്പം ഇവർക്ക് കൂട്ടായിട്ട് അവരുണ്ടായിരുന്നു. നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു സംസാരിച്ചിട്ട്. അപ്പം 15 മിനിറ്റിന് ശേഷം നമ്മൾ പാർക്കിലെത്തി. ഇതിൻ്റെ മെയിൻ എൻട്രൻസിലൂടെയല്ല നമ്മൾ കയറുന്നത്. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ എൻട്രൻസും കൂടി ഈ പാർക്കിലുണ്ട്. അപ്പം അങ്ങനെ കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൊരു ടെന്നീസ് കോർട്ടും റൈറ്റ് സൈഡിൽ കുട്ടികൾക്ക് വലിയവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഫുട്ബോൾ ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ടും ഈ ബോളും കാര്യങ്ങളും എടുത്ത് വന്നതിന് ഇവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആദ്യം തന്നെ ആ ചിൽഡ്രൻസ് പ്ലേ ഏരിയ പോകുന്നതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് നടക്കുക ചെയ്യുന്നത്. പിന്നെ ഈ സമ്മർ സമയത്ത് ഏതൊരു പാർട്ടിലും കാണുന്ന കാഴ്ചകളാണ് ഫാമിലിയായിട്ട് എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്ന് ഭക്ഷണങ്ങൾ പാകം ചെയ്ത്, ചിലത് ഭക്ഷണം പാകം ചെയ്ത് വീട്ടിനടുത്ത് ഒരു മാറ്റൊക്കെ വിരിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന കാഴ്ച നല്ല വൈബാണ് കാണുന്നത്. ഇതന്നെ ഭയങ്കര വലിയ പാർക്കാണ്. ഇതിനെക്കാട്ടും അടിപൊളി സ്ഥലമാണ്. ഇതിപ്പോൾ നടന്നു പോകുന്ന സ്ഥലത്ത് ഈ ഒരു ഏരിയ നമ്മൾ ഇവരെ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. അതിനുള്ള ഫുഡും പിന്നെ ഭക്ഷണം കൊടുത്തതിൻ്റെ ഒരു ഇതും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ആക്സസ് ചെയ്യുന്ന വർഷങ്ങളിലാണ് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതിനാണെങ്കിൽ എല്ലാ വീടുകളും
സ്ഥലത്ത് നിർത്തുമ്പോൾ ഓടുക ചെയ്യുന്നത് പാർക്കിലേക്ക്, സോറി ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലേക്ക്. അതിനിടയ്ക്ക് അമ്മയും മോളിങ്ങനെ ബ്രെഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫാൻ. അപ്പം അവർക്ക് മതിയാവാനിട്ടെന്തോ അവരെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ഒരു ഐസ്ക്രീം കേട്ടോ, പക്ഷെ നമ്മളൊന്നും അതിന് വാങ്ങിച്ചില്ല. 3 പേർക്കും ജലദോഷം പിടിച്ച് നല്ല കിടപ്പൊക്കെട്ടായിരിക്കുന്ന അവസ്ഥയാണ്. അതിനിടയിൽ കൂടി ആരും കളിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റും കുറച്ച് സമയം ഒരു കരച്ചിലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് പിന്നെയും കളിക്കാൻ വിട്ട്. ഇവിടുത്തെ പൊതുവേ ഈ യുകെയിലൊക്കെ ഫോറിൻ കൺട്രീസിലെ പ്ലേ ഏരിയ ഒരു ചിൽഡ്രൻ സേഫ്റ്റി എൻഷർ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആയിരുന്നു. കാരണം ഇതിൻ്റെ ഫ്ലോറിംഗ് എല്ലാം റബ്ബർ ടൈപ്പ് എന്തോ സംഭവമാണ്. കാരണം കുട്ടികൾ വീണാലും അധികം പരിക്കൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള ഫ്ലോറിംഗ് ആണ്. നാട്ടിൽ അങ്ങനത്തെ പാർക്കുകൾ കുറവാണ്. ഉണ്ടാവുമായിരിക്കും ഈ സേഫ്റ്റി എൻഷർ ചെയ്യുന്ന പാർക്കുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എല്ലാ പാർക്കുകളും അങ്ങനെയല്ല. പക്ഷെ ഇവിടെ എല്ലാ പാർക്കുകളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുകളിൽ അവരെ ഫ്ലോറിംഗ് തന്നെ കുട്ടികൾ വീണാലും അധികം ആകാതെ അല്ലാത്ത രീതിയിൽ എന്താ പറയുക ഫ്ലോറിംഗ്. അതിനിടയിൽ ഇവർക്ക് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞിട്ട് വാഷ്റൂമും തപ്പി ഇറങ്ങി. ഇവിടെയുള്ള ഏറ്റവും മെയിനൊരു ഡ്രോബാക്ക് ഞാൻ കാണിച്ചത് പബ്ലിക്കായിട്ട് ഒരുപാട് ആക്സസ് ചെയ്യുന്ന വാഷ്റൂമുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ പാർക്കിൽ തന്നെയാണെങ്കിലും അങ്ങനെ പരന്ന് നടക്കുക ചെയ്യുന്നത്. ഇവിടെ പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത്. അതിനിടയ്ക്കൊരു ബോർഡ് കണ്ടിട്ട് ആ ബോർഡ് ലക്ഷ്യമിട്ട് നടന്നു നോക്കി. ഭാഗ്യത്തിന് ഈ ഒരു പാർക്കിൻ്റെ മ്യൂസിയത്തിൻ്റെ ബോർഡാണത്. ഈ ഒരു പാർക്കിൻ്റെ ഭാഗത്തൊരു മ്യൂസിയം കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡായിരുന്നു അത്, ബാത്റൂം മ്യൂസിയമുണ്ട്. അതിന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ടോയ്ലറ്റ് കഫേ ഫ്രീ. വരുന്നവർക്ക് ഇവിടെ ഒരു കഫേ ഉണ്ട്, അത് കുറച്ച് ദൂരം പോകണം. 2 സൈഡായിട്ടാണ്, ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കഫേ ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് നടന്ന് പോവുക ചെയ്യുന്നത്. ആൾ ഫ്രീ ആയിട്ട് ടോയ്ലറ്റ് നമ്മൾ അവിടെ ക്യാൻറ്റീൻസും കാര്യങ്ങളും വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ. അപ്പം അതിനിടയിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മരങ്ങളൊക്കെ തിങ്ങിയ സ്ഥലം. അങ്ങനത്തെ ശരിക്കും നാട്ടുവഴി പോലെ എനിക്ക് ഫീലായി ശരിക്കും പറഞ്ഞാൽ. നാട്ടുവഴി എന്ന് മാത്രമല്ല, പൊതുവെ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു കണ്ടിടത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച തിരക്കുള്ള ജീവിതം, ബസ്, ട്രെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കാണാം. അപ്പോൾ അതൊന്നും അല്ലാണ്ട് നമ്മൾ പണ്ട് ചെറുപ്പത്തിലെല്ലാം കണ്ടു വന്ന ഈ നാട്ടുവഴികളെല്ലാം പോലൊരു വഴി, അതായിരുന്നു ഇവിടെയുള്ള ഈ ഒരു ആംബിയൻസ്. ശരിക്കും നല്ലൊരു ഫീലിംഗ് ഇവിടെ വന്നിട്ട്. അത് ഒറ്റ കാലം വരെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സൂപ്പറായിരുന്നു. ഇതിൻ്റെ മൊത്തത്തിലുള്ള മാപ്പാണ് പാർക്കിൻ്റെ, ഏതൊക്കെ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടത്. അതിനകത്ത് മ്യൂസിയം പോകുന്ന വഴിയാണ് ആർച്ച്. അതുപോലെ നമ്മുടെ ഇവിടെ ഫുട്ബോൾ ഏരിയയിൽ ബോളൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്തായാലും കളിക്കാനില്ല. അങ്ങനെ കുറേ സമയം ഇവിടുന്ന് കളിച്ചു. ആ പ്ലേ ഏരിയനെക്കാട്ടും കൂടുതൽ ടൈം ഫുട്ബോൾ ഏരിയയിൽ ചിലവാക്കിയിട്ടുണ്ട്. ഞാനിവിടെ കണ്ടു നോക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ചൂടിൻ്റെ അവസ്ഥ പറയാൻ നമ്മുടെ നാട്ടിൽ 32 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള അതേ ഫീലിംഗ് നമുക്ക് 24-25 ഡിഗ്രി സെൽഷ്യസാണ് ഫീലാവുക. കളിക്കാനേ പറ്റില്ല. സൂര്യൻ്റെ ആ ഒരു ചൂട്, ആ പേരിൻ്റെ ചൂട് അതികഠിനമാണ്. ലിവിയാണെങ്കിൽ കളിക്കുന്നതിന് ഇടയ്ക്ക് വന്ന് വെള്ളം കുടിച്ച് പോയി വെള്ളം കുടിച്ച് അങ്ങനെ കളിയും വെള്ളം കൂടി അങ്ങനെയായിരുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് മ്യൂസിയത്തിൻ്റെ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചു. കാരണം മ്യൂസിയം ഒരു 5:30 ആകുമ്പോൾ അടക്കും. നമ്മളിപ്പോൾ 6-6:15 ആയതിനു ശേഷം വഴിയിലേക്ക് തന്നെ കയറി. പിന്നെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വെച്ചു. അത് കുറച്ച് ദൂരം പക്ഷേ ഇങ്ങോട്ട് പോകണം. നമ്മൾ അധികം ഉള്ളതൊന്നും പോയില്ല. 6-6:30 ആയി. പക്ഷെ ഇവിടെ ഒരു 10 മണിയാവുമല്ലോ, 2:30 ആവുന്നത്.
കയറുമ്പോഴത്തേക്ക് ഫുള്ള് മരങ്ങളും പക്ഷികളെ ചിലപ്പോൾ നന്നായിട്ട് വേറൊരു സ്ഥലത്തെത്തിയ മാതിരി ഉണ്ടായത്. തീരെ വേരൊന്നും ഉണ്ടായില്ല, ഭയങ്കര എന്താ നല്ല തണുപ്പായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഈ സ്ഥലത്തേക്ക് ശരിക്കും നൊസ്റ്റാൾജിയ കണ്ടാലറിയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ ജോലി സമയത്ത് ഈ താഴെ വാങ്ങാനും അടുത്തുള്ള കടകളിൽ പോകുമായിരുന്നു കസിൻസെല്ലായിട്ട്. ആ സമയത്ത് പോകുന്ന ഇടവഴികളല്ലോ ഫുള്ള് മരത്തിൽ നമ്മൾ വന്ന സമയത്ത് നല്ല വിന്റർ സീസൺ ആയിരുന്നു. ആ സമയത്ത് ഈ മരത്തിൻ്റെ മേലൊന്നും ഇലകളൊന്നുമില്ല. അപ്പം വിചാരിക്കുന്നത് ഇവിടെ കാണാതെ ഇലയില്ലാത്ത മരങ്ങളെ ഉണ്ടാവുള്ളൂ എന്നല്ല. പക്ഷെ ആ തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഇവിടെ എത്തിയപ്പോൾ. അതുപോലെ തോന്നിയിട്ട് മതിയാക്കാന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വിട്ട് ഇവിടെ കണ്ടത് നല്ല വെയിലാണ് തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ